സാറിന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? ഇതൊക്കെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്റെ പ്രായമൊക്കെ എല്ലായിടത്തും ഉണ്ട്. എന്നാലും എത്രയാണ് സാറിന്റെ ഇപ്പോഴത്തെ പ്രായം? ഇപ്പോഴത്തെ പ്രായം പറയുന്നില്ല, അടുത്ത വർഷത്തെ പ്രായം പറയാം. അടുത്ത വർഷം എനിക്ക് 80 വയസ്സാണ്. ആശംസകൾ. 80 വയസ്സിന് അഡ്വാൻസ് ആശംസകൾ. ഞാൻ ഈ ചോദ്യം ചോദിച്ചത് 79 കഴിഞ്ഞു. 79 കഴിഞ്ഞു. ഇപ്പം അടുത്ത വർഷം അടുത്ത ജൂലൈയിൽ എൻ്റെ 80ാമത്തെ പിറന്നാളാണ്. ഞാൻ ഈ ചോദ്യം ചോദിച്ചത് പ്രേക്ഷകരുടെ അറിവിലേക്ക് കൂടെ 80ാമത്തെ വയസ്സിലും സാറ് സന്തോഷത്തോടെ എന്റെ പ്രായം അറിയുന്നത്. അതിപ്പോ ഞാൻ എന്റെ പുസ്തകത്തിൽ എന്റെ പ്രായമുണ്ട്, എന്റെ വിക്കിപീഡിയ എടുത്ത പ്രായമുണ്ട്. പ്രായം എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞ പ്രശ്നമില്ല. അതായത് 80ാമത്തെ വയസ്സിലും സാറ് സന്തോഷത്തോടെ, സ്വസ്ഥതയോടെ, സമാധാനത്തോടെ ഒരുപാടധികം വിജയങ്ങളുടെ തിളക്കത്തോടു കൂടി ഇരിക്കുന്നതിന് കാരണം സാർ തൊട്ട് മുമ്പ് പറഞ്ഞ നന്മയുണ്ടല്ലോ, ആ ഒരു സ്മരണ, അതിന്റെ മൂല്യമല്ല. എനിക്ക് എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് ജോസ് പ്രകാശ് നമ്മളാക്കിയത്, അതിനുള്ള ക്രെഡിറ്റ് പുള്ളിക്കുണ്ട്. പിന്നെ എൻ്റെ കുടുംബം, അത് ഞാൻ ആ ക്രെഡിറ്റിൽ എൻ്റെ വൈഫിന് കൊടുക്കുക, മക്കൾക്ക്. ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു സമയത്ത് ഞാൻ ജോസ് പ്രകാശിൻ്റെ അനിയൻ എന്നുള്ള നിലയിലാണ് അറിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് ബോബി സഞ്ജുവിൻ്റെ ഫാദർ എന്നുള്ള നിലയിൽ, അതൊക്കെ ഒരു അഭിമാനമാണ്, വലിയ അഭിമാനമാണ്. കാരണം അവരെ പേരിൽ അറിയപ്പെടുന്നു. പക്ഷേ ഇന്നും സിനിമക്കാരുടെ ഇടയിൽ ഇപ്പോൾ ജോസ് പ്രകാശിൻ്റെ അനിയൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സീറ്റുണ്ട്. അല്ല, അതൊരു നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമല്ലേ. ഈ അവസരത്തിൽ സാർ രണ്ടുപേരും പാടണമെന്നൊരു റിക്വസ്റ്റ്, രണ്ടുപേരും പാട്ട്, ഏതെങ്കിലും ഒരു പഴയ പാട്ട് അതൊക്കെ ഏതെങ്കിലും രണ്ടുപേരും എവിടെ പോയാലും ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന പാട്ട് യേശുദാസിന്റെ ഒരു പാട്ടാണ്, ഭാർഗവി നിലയത്തിലെ താമസം. അതെനിക്ക് വളരെ ഇഷ്ടമുള്ള, എൻ്റെ മനസ്സിൽ കയറി കിടക്കുന്ന ഒരു പാട്ടാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്ന യേശുദാസിന്റെ ഏതാണ് നല്ല പാട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഞാൻ എപ്പോഴും കണക്ക് കൂട്ടും, ഒരു യേശുദാസിന്റെ 10 പാട്ട് കൊണ്ട് എടുത്തു വെച്ചാൽ അതിലൊന്ന് ഇതാണ്. ഭാസ്കര മാഷ്, ബാബുരാജ്, ഈ പറഞ്ഞ പോലെ ബാബുരാജ് എൻ്റെ അടുത്ത സുഹൃത്താണ്. എനിക്ക് ചാൻസ് തന്നുകൊണ്ടല്ല, ഞങ്ങൾ സ്വാമീശ്വരോട് സ്വാമീശ്വര ചേട്ടനും ഒക്കെ ഉണ്ടോ, ഇവരെല്ലാം മനസ്സിലാകും എങ്ങനെ ട്യൂൺ ചെയ്യുന്നു, മിനിറ്റ് വെച്ച് ഓരോ പാട്ടുകൾ. ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അല്ല, അദ്ദേഹത്തെ വെച്ച് പടമൊന്നും ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. അങ്ങനെ പോയി ഇതായി ഇവരുടെയൊക്കെ മരണത്തെ പറ്റി. താമസമെന്തേ രണ്ടുപേരും ഒന്ന് പാടാവോ? താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ